അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാ മുറാദി വശൗഖി അന്ത യാ ഖുത്ബുസ് സമാനി വുജൂദി മൽഹറുല്ലാഹി സുൽത്താനി. തൗസിയ ടോക്ക് സീരീസിന്റെ റമളാനിലെ നാം മൂന്നാമത്തെ പത്തിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റമളാൻ ആരംഭിച്ചു, മൂന്നാമത്തെ പത്തിലേക്ക് കടന്നു. എന്ത് നേടി, എന്ത് പോയി എന്നൊക്കെ നമുക്ക് കണക്കൂട്ടാനുള്ള സമയമാണ്. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് നമുക്ക് ഒരു കഥ പറയാം. മഹാനായ ഖുത്ബുസ്സമാൻ മഹാനോള് പറഞ്ഞിരുന്നൊരു കഥയാണ്. ഒരു രാജകുമാരിയും തോഴിമാരും കൂടി കുളിക്കാൻ പോവാം. കുളി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരും കൂടി ചിരിയും കളിയൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫക്കീർ, ഒരു ആരിഫായ മനുഷ്യൻ അതിൽ പോകുമ്പോൾ ഈ രാജകുമാരി കാണേണ്ട ഇടയായി പെട്ടെന്ന്. അപ്പോൾ അവർക്കൊരു ആഗ്രഹം ജനിച്ചു, ആ രാജകുമാരിയെ കല്യാണം കഴിക്കണം എന്നുള്ളത്. നേരിട്ട് രാജകുമാരിയോട് തന്നെ പോയിട്ട് പറഞ്ഞു, ഞാൻ ഒരു ഗോതമ്പ് മണി എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞു, അതല്ല, അര സ്വർണ്ണ നാണയം തരാം മെഹറായിട്ട് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതിക്കുന്നു. അത് കേട്ടതും ക്ഷുഭിതയായി കുമാരിയും തോഴിമാരൊക്കെ നേരെ രാജാവിൻ്റെ അടുത്തേക്ക് ഓടി. രാജാവിൻ്റെ അടുത്ത് കംപ്ലൈൻ്റ് എത്തി. രാജാവ് സൈന്യാധിപനെ വിളിച്ചു. ആരെവിടെ, ആരാണോ പറഞ്ഞത് അയാളെ വിളിച്ച് പെട്ടെന്ന് രാജസദസ്സിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ഭടന്മാർ പോയി ആ ഫക്കീറിനെ പിടിച്ചു രാജസദസ്സിലേക്ക് എത്തിച്ചു. അപ്പൊ ഉണ്ടായ സംഭവം ചോദിച്ചു, എന്താണ് നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇങ്ങനെ രാജകുമാരിയെ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അര സ്വർണ്ണ നാണയം തരാന്ന് പറഞ്ഞു, മെഹറായിട്ട് എനിക്ക് കല്യാണം കഴിച്ചിരുന്നു വെച്ചു. അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം? അത് ശരിക്കും ഒരു കളിയാക്കുന്ന രീതിയല്ലേ, അപമാനിക്കുന്ന രീതിയാണല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ ഈ സ്വർണ്ണ നാണയം, അര സ്വർണ്ണ നാണയം തന്നെ ഞാൻ ശരിക്കും ഈ രാജകുമാരിക്ക് അധികമാണ്. എനിക്ക് ഈ സ്വർണ്ണ നാണയം ഈ കാലഘട്ടത്തിലെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ഞാൻ ഇത് ചെലവഴിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്നത് എത്രയോ ഹൂർലിങ്ങളെ കണക്ക് പറഞ്ഞു. ആ ഹൂർലിങ്ങളൊക്കെ ആണെങ്കിൽ ഒരു തരത്തിലുള്ള ന്യൂനതകളും ഇല്ല. ദുനിയാവിലെ സ്ത്രീകൾക്കാണെങ്കിൽ പല ന്യൂനതകളുമുണ്ട്. അത് കുറെ കണക്കൊക്കെ പറഞ്ഞിരുന്നു. ഒരു 9 സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ദ്രാവകങ്ങൾ പുറപ്പെടുന്ന. അപ്പൊ അതൊന്നും ഇല്ലാത്ത വളരെ പരിശുദ്ധമായ ഹൂർലിങ്ങളെ എനിക്ക് അവിടെ ഇഷ്ടംപോലെ കിട്ടും. ഈ തുച്ഛമായ തുക ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനേക്കാളും എത്രയോ ഉന്നതമായ വളരെ പരിശുദ്ധമായ ഹൂർലിങ്ങളെ എനിക്ക് അവിടെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്വർണ്ണ നാണയങ്ങളും ഞാൻ തരാൻ അത് തന്നെ അധികമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കഥ മഹാനോട് ആരംഭിച്ചത്. പക്ഷെ പിന്നെ അത് വേറെന്താ വഴിയിലേക്ക് ചെന്നു. എന്തായാലും അപ്പൊ ഈ മഹാന്മാരായ ഔലിയാക്കൾ പല കഥകളും ഇങ്ങനെ നമുക്ക് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പലതും ഉണ്ടാവും. നമ്മളിപ്പോൾ പല വഴിക്കും ചെലവഴിക്കുന്നുണ്ട്. ഇപ്പൊ റംസാനിലേക്ക് ഇഷ്ടംപോലെ ചെലവഴിക്കുന്ന ആളുണ്ട് അല്ലെ. നമ്മൾ ഏതിലേക്ക് ചെലവഴിക്കുന്നു, ആ ചെലവഴിക്കുന്നത് യഥാർത്ഥ മർമ്മത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ട നേരമാണ്. കാരണം നമുക്ക് റമദാനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ശരിക്കൊരു ലോട്ടറിയാണ്, ഒരു ഭാഗ്യക്കുറിയാണ്. ഇത് എന്തിനു വേണ്ടി നമുക്ക് തന്നു? കാരണം നമുക്ക് റമദാനെ പറ്റി തന്നെ നമുക്ക് ഖുർആനിലൊക്കെ പറയുന്നത്, നമ്മളെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഇതാ റമദാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. മുൻഗാമികളുടെ റമദാനും നമ്മുടെ റമദാനുമായിട്ട് എന്താ വ്യത്യാസം എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിലൊക്കെ കുറെ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുൻകാലങ്ങളിലെ റമദാൻ എന്ന് പറഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞാൽ 900 വർഷങ്ങളൊക്കെയാണ് നൂഹ് നബിയൊക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ 900 വർഷങ്ങളിലും അവർക്ക് ഇത്രയും കാലം ഇബാദത്ത് ചെയ്യണം. എന്നാൽ ആ അത്രയും കാലത്തെ ഇബാദത്ത് കൊണ്ട് അവർക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് എത്രയായിരിക്കും അല്ലെ? സ്വർഗം കിട്ടും. പിന്നെ അതിന്റെ ഉന്നതമായ സ്ഥാനം എത്രയായിരിക്കും? അവർ ഇത്രയും കാലം സമ്പാദിച്ചിട്ടാണ് അത് കിട്ടുന്നത്. നമ്മളെ കാലഘട്ടത്തിൽ 60-70 വർഷക്കാലത്തിൽ ആ പ്രായപൂർത്തിയായതിനു ശേഷം നമ്മൾ എന്നാണ് ഈ ആരാധനകൾ അർപ്പിക്കാൻ തുടങ്ങിയത്, അന്ന് മുതലുള്ള കണക്കുകൾ മാത്രമേ നമുക്ക് കിട്ടും. വളരെ നമ്മളെ കാര്യം വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമാണത് അല്ലെ. അവർ എത്രയോ വർഷം ആരാധന ചെയ്യുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്തു. നമ്മൾക്കാണ് വളരെ തുച്ഛമായ സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. അത് എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കൊക്കെ ഒരു സ്ഥാനം കണക്കാക്കുക? അവർക്ക് കിട്ടിയതൊക്കെ ഇത്രയും ഉന്നതമായ സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ലഭിക്കണ്ടേ? അതെങ്ങനെയായിരിക്കും? അതിനാണ് നമുക്ക് ഈ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള പരിശുദ്ധമായ ഒരു രാവിനെയൊക്കെ അള്ളാഹു താല ഇറക്കി തന്നത്. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയൊക്കെ നമുക്ക് ഈ അവസാനത്തെ പത്തിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതൊക്കെ നമ്മൾ തന്നിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അത്രയും മികച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഓരോ റമദാനിലും നമ്മൾ ഇപ്പോൾ റജബ് മുതലേ നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങുന്നു. അല്ലാഹുമ്മ
ബാരികലന റജമോ ഷാബാനോ പല്ലിങ്ങനെ റമദാൻ എന്ന് പറഞ്ഞിട്ട് അല്ലെ, എന്തിനാണ് ഈ റമദാനിലേക്ക് എത്തിക്കുന്നത്? അഥവാ നമ്മൾ ഈ റമദാന്റെ 1-ാം തീയതിക്ക് മുമ്പാണ് നമ്മൾ മരിക്കുന്നുണ്ടല്ലോ, ആ ഒരു കൊല്ലം ആ റമദാനിൽ നമുക്ക് വരാൻ പോകുന്ന ഈ 27 രാവിന്റെ ഈ പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ, എന്തെല്ലാം പുണ്യങ്ങളാണ് അത് ലഭിക്കാനുള്ളത്, അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും അല്ലെ. 1000 മാസങ്ങളെക്കാൾ പുണ്യൊക്കെ ലഭിക്കണമെങ്കിൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് അത് നഷ്ടപ്പെടുന്നതാണ്, അടുത്ത മാസം കിട്ടിയില്ലെങ്കിൽ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഈ റജബും ഷഅബാനും ഒക്കെ ദുആ ചെയ്ത് അവസാനം റമദാനിലേക്ക് എത്തുന്നു. റമദാനിലെ അവസാനിലെ 10 എത്തുന്നു. അവസാനിലെ 10-ലും ഓരോ രാത്രികളും നമ്മൾ ഒറ്റ രാത്രികൾ വീതം നമ്മൾ നോക്കിയിട്ട് അതിനായിട്ട് പ്രത്യേകമായിട്ട് ഇബാദത്തുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്നത് ഇപ്പൊ 1-ാം രാവാണ് അല്ലെ. ഇപ്പൊ പല സ്ഥലത്തും ഇപ്പൊ സൗദിയിലൊക്കെ ചന്ദ്രപിറവി കണ്ട അനുസരിച്ചിട്ട് നമ്മൾ 1-ാം രാവ് എന്നാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ഞാൻ മാസം കണ്ടിട്ടില്ല, അതുകൊണ്ട് 1-ാം രാവ് ഇങ്ങാണ്. പക്ഷെ അത് നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്നത് വളരെ വിഡ്ഢിത്തമാണെന്ന്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൈലത്തുൽ ഖദ്ർ ഇറക്കുന്ന പറഞ്ഞാൽ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മാത്രമാണ് അല്ലെ. അത് മറ്റൊരു ഒരു സംഘടനക്ക് വേണ്ടിയിട്ട് ലൈലത്തുൽ ഖദ്ർ അവർക്ക് മാസം പിറ്റേന്നാണ് കണ്ടത്. ആ രാത്രിയൊക്കെ അവർക്ക് ലൈലത്തുൽ ഖദ്റിന്റെ മലക്കുകളൊക്കെ ഇറങ്ങുന്നല്ലേ, റൂഹുകളും പരിശുദ്ധമായ റുഹാകളും മലക്കുകളൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി, അഥവാ ഹത്താമത്തുൽ ഫജ്ർ അഥവാ ഫജ്ർ വരെ അവരിങ്ങനെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. അവർ സലാം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി നമുക്ക് കിട്ടുന്ന 21-ാം രാവോ അല്ലെങ്കിൽ 23-ഓ 25-ഓ 27-ഓ 29-ഓ ഏതെങ്കിലും ഈ ഒറ്റ രാത്രി നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്ന ഈ 1-ാം രാത്രി, അത് നമുക്കൊരു പക്ഷെ അന്നത്തെ രാത്രി മലക്കുകൾ ഇറങ്ങി അവർക്ക് അനുഗ്രഹം വർഷിച്ചു കഴിഞ്ഞു. പിന്നെ വരുന്നത് മറ്റുള്ള സംഘടനക്കാരെ അല്ലെങ്കിൽ അപ്പുറത്തെ മഹല്ലിലെ കാളിമാര് പ്രഖ്യാപിച്ച പ്രകാരം അടുത്ത ദിവസമായിരിക്കും. അടുത്ത ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അയക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണോ അല്ലെ. സാധാരണ ചെറിയൊരു പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ വരെ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇറാഖില് മിഞ്ഞാന്നായിരുന്നു 27, ഇന്ന് ഇന്ത്യയിലാണ് 27, നാളെ ഇന്തോനേഷ്യയിലാണ്. അങ്ങനെ പറയുമ്പോൾ ഓരോരോ ദിവസവും ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മലക്കുകളെയും അർവാഹികളൊക്കെ അള്ളാഹുവിന്റെ ഈ സൃഷ്ടികളെ അനുഗ്രഹിക്കാനും വേണ്ടിയിട്ട് ഒറ്റ രാത്രി നോക്കിയിട്ട് അയക്കുമെന്നാണ് കരുതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ രാത്രിയാണ് എല്ലാവർക്കും പുണ്യമാക്കപ്പെട്ട രാത്രിയാക്കി കണക്കിരിക്കുന്നത്. അത് ദുനിയാവിന്റെ ഏത് ഭാഗത്ത് വെച്ചിട്ട് ആ ചന്ദ്രപിറവി കണ്ടാലും അത് ഭൂമിയിലുള്ള എല്ലാവർക്കും എല്ലാ സ്ഥലത്തും അത് ബാധകം തന്നെയാണ്. അതൊക്കെ 4 മദ്ഹബിന്റെ ഇമാമുമാരും സമ്മതിച്ചതൊക്കെയാണ്. അതിൽ ഷാഫി ഇമാം മാത്രം മൗനം പാലിച്ചു എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇതാണ് സത്യാവസ്ഥ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ കാഴ്ചകളിലും അല്ലെ തീരുമാനിച്ചിട്ടും പല ബൈനോക്കുലറൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടും തിട്ടപ്പെടുത്തിയൊക്കെ കാണുന്നത്. ഇതല്ലാതെ ഇതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ വേറെയും ഇതിനെ പറ്റിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മൊഹീദ്ദീന്മാരൊക്കെ നോക്കിയാൽ കാണാമായിരുന്നു. ഹൗസുല്ലാദ് മഷൈഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ജീലാനിയിൽ ജനിച്ചപ്പോൾ റമദാന്റെ 1-ാം രാവ് വരെ ജനിച്ചത്. അന്ന് മുതൽ ഈ റമദാൻ മാസം തുറന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് മുല കുടിക്കുന്ന പരിപാടിയിലായിരുന്നു. അവിടുത്തെ ജനങ്ങള്, അവിടുത്തെ കുട്ടി, ആ അബൂ സാലിഹ് ഫാത്തിമ ബീറിന്റെ മകൻ, പരിശുദ്ധമായി ജനിച്ചെന്ന് പറയുന്ന ആ മകൻ മുല കുടിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് കണക്കാക്കുന്ന റമദാനൻ ആണെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ അറിവ് ഇട്ടുകൊടുത്ത മഹാന്മാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നിർബന്ധമായിട്ട് കാണണമെന്നില്ല, അവർക്ക് വ്യക്തമായിട്ട് അറിയാം ദുനിയാവിന്റെ ചലനങ്ങൾ എങ്ങനെയാണ്. അതിന്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. മഹാനായ ഉസ്മാൻ മഹാനോട് പറയാറുണ്ട് ഒരു കഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ചെറുപ്രായത്തിൽ അഥവാ 6 വയസ്സ് അങ്ങനത്തെ ഒക്കെ പ്രായത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ രാജാവ് ഒരു പ്രഖ്യാപിച്ചു. കാരണം അവിടുത്തെ പല സമുദായങ്ങളുണ്ടല്ലോ. അപ്പൊ ആർക്കാണ് ഏറ്റവും പാണ്ഡിത്യം, ആർക്കാണ് ഈ ദുനിയാവിലെ അകക്കാഴ്ച ഉള്ളത്, അദൃശ്യമായ കാണാനുള്ള ഒരു ശക്തിയുള്ളത് ആർക്കാണെന്ന് പരീക്ഷിക്കാനും വേണ്ടിയിട്ട് പല പണ്ഡിതന്മാരെയും, അത് എല്ലാ മതക്കാരെയും പണ്ഡിതന്മാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ്, ഞാൻ ഒരു വസ്തു ഈ ഭൂമിയിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്, ആ സാധനം ആർക്കാണോ കണ്ടുപിടിക്കാൻ അവർക്കാണ് യഥാർത്ഥ പാണ്ഡിത്യം ഉള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചാലഞ്ച് വെച്ചു. ആ ചാലഞ്ച് കേട്ട് പല മുസ്ലിം പണ്ഡിതന്മാരും തങ്ങന്മാരൊക്കെ ആകെ വിഷണ്ണനായി. ഇപ്പൊ എന്ത് ചെയ്യും, രാജാവിന്റെ മുമ്പിൽ നമുക്ക് പരാജയപ്പെടരുതല്ലോ, അവരുടെ മുമ്പിൽ നമ്മൾ ഒരു നാണം കെടുന്ന അവസ്ഥ വരരുതല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ പരക്കം പായുന്ന സമയത്ത് ഈ കുട്ടി എന്ന് പറയുന്ന ചെറിയ കുട്ടി അവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് വിളിച്ച് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്നോട് പറയൂ. അപ്പൊ അവര് ഒരു കളിയാക്കുന്ന രൂപയിൽ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാനാണ്. അവർ ഇനി അന്ന് നിങ്ങൾ നടന്നിട്ടില്ലെങ്കിലേ അവസാനം എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ആ മത്സരത്തിന്റെ ദിവസം എത്തുകയും അന്ന് അവർക്കൊന്നും ഒരു രക്ഷയില്ല, എന്താ സാധനം മറച്ചു വെച്ചെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവസാനം
ഈ ഹൗസലാഹുല്ലാഹു എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ രാജസന്നിധിയിലേക്ക് വിളിപ്പിക്കുകയും അവിടെ നിന്ന് ചോദിച്ചു, എന്ത് സാധനമാണ് ഞാൻ മറപ്പിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് രാജാവ് ചോദിച്ചപ്പോൾ മഹാനവകൾ മൊത്തം ഒന്ന് കണ്ണോടിച്ച് ഒന്ന് കണ്ണടച്ചുകൊണ്ട് മൊത്തം ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് ചെറിയ ഒരു സമയം അവർ ചിന്തിക്കുകയും എന്നിട്ട് പറഞ്ഞു, എല്ലാ സാധനവും അതാത് സ്ഥാനത്ത് തന്നെ ഉണ്ട്. കടലിന്റെ നടുവിലുള്ള ഒരു ചെറിയൊരു മീനിനെ കാണാനില്ല, അത് രാജാവിന്റെ കൊട്ടാരത്തിലെ ഇന്നാലിന്ന റൂമിൽ അടച്ചു വെച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ എന്തെല്ലാം ദുനിയാവിൽ ഏതെല്ലാം ഇലകൾ അനങ്ങണോ അനങ്ങണ്ടേ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലത്തും അതിനെ ഈ കുത്തുബുൽ അക്താബ് എന്ന് പറയുന്ന ഒരു വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ ഒക്കെ ഏറ്റവും മേന്മതായുള്ള സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരെ ഇറക്കുന്ന വെച്ചാൽ വെറുതെ ജസ്റ്റ് അവരെ കണ്ണുകൊണ്ട് തന്നെ കാണണം എന്നുള്ള മാത്രമല്ല, അവർക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് സംഭവിക്കുന്നത്. അവർക്ക് പറയാൻ അനുവാദം ഉണ്ടാകും, പറയും, ഇല്ലെങ്കിൽ അത് പറയാതിരിക്കും. അതൊക്കെ നമ്മൾക്ക് മൊഹീദ്ദീൻ കുറെ കേട്ടത് തന്നെയാണ്. ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലു നീ എൻ്റെ അമാനില്ലാതെന്ന് പറഞ്ഞു. എന്ന് പറയാൻ എന്തെങ്കിലും പറയാൻ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമല്ലാതെ അവിടുന്ന് പറയൂല. അല്ലാതെ അവർക്ക് തോന്നിയതുപോലെ ഇങ്ങനെ വിളിച്ചു പറയും ഞാൻ ഇങ്ങനെ ഉണ്ടാവാം, അങ്ങനെയൊന്നുമില്ല. എന്താണോ അനുവാദം അല്ലാഹു സുബ്ഹാനഹു നിന്ന് കിട്ടുന്നത് അത് മാത്രമേ അവർ നാവനക്ക് പറയുള്ളൂ. അല്ലെങ്കിൽ അത് എന്നാണോ പറയേണ്ടത് അതുവരെ അവർ വെയിറ്റ് ചെയ്യും. അതാണ് അവരുടെയൊക്കെ ക്വാളിറ്റി. അങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള ജനങ്ങൾ അന്ന് മാത്രമല്ല ഇന്നും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. അഥവാ മഹാനായ ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകൾ ഈ കാലഘട്ടത്തിലെ എല്ലാ ഔലിയാക്കളുടെയും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നവർ, അത് ഖുതുബിന്റെ പദവിയാണ്, ഖുതുബുസ്സമാനായിരുന്നു. അവരുടെ മകനാണ് ഇന്ന് ആ കാര്യം നടത്തിപ്പോകുന്നത്. അവർക്കും അതേ സ്ഥാനങ്ങളും എന്തെല്ലാം അവിടുന്ന് കഴിഞ്ഞിരുന്നോ അതൊക്കെ ഇന്നും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അവര് തീരുമാനിക്കുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ ആണെങ്കിലും ശരി, റമദാൻ ഒന്നാണെങ്കിലും ശരി, പെരുന്നാളാണെങ്കിലും ശരി, അവർ തീരുമാനിക്കുന്നതാണ് തീരുമാനം. അല്ലാതെ കുറെ ആൾക്കാർ കാപ്പാട് കണ്ടു അവിടുന്ന് 200 നോട്ടിക്കൽ മെയിൽ അപ്പുറത്തേക്ക് അവിടെ പാടില്ല, അങ്ങനെയൊക്കെ കുറേ ചർച്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വളരെ ചെറിയ ബുദ്ധിയോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 27-ാം രാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെയും പരിശുദ്ധമായ അർവാഹികളെയും അയക്കുന്നുണ്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അത് ഒരൊറ്റ രാത്രി മാത്രമേ അയക്കുള്ളൂ. അത് എല്ലാ സമുദായത്തിനും വേണ്ടിയിട്ടും എല്ലാ സംഘടനക്കും വേണ്ടിയും എല്ലാ മഹലിനും വേണ്ടിയിട്ടും ഓരോ ദിവസം ഇന്നിവിടെ നാളെ ആ റോഡിനപ്പുറത്തേക്ക് നാളെയാണ് മലക്കുകളെ അയക്കേണ്ടത്, അപ്പുറത്തെ മറ്റേ ഹൈവേ റോഡിനപ്പുറത്തേക്ക് മറ്റന്നാളെയാണ്, ഇപ്പുറം റെയിൽവേന്റെ ഇപ്പുറത്തേക്ക് അതിന്റെ പിറ്റേന്നാണ് എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു കണക്കില്ല. അതുകൊണ്ട് സഹോദരന്മാരെ ചിന്തിക്കാനുള്ള പകതിരിവ് തന്നിട്ടുണ്ട്. നമ്മൾ ഒരു റമദാനും കൂടി നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധമായ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കൈപിടിക്കുക. അവരെന്താണോ പറയുന്നത്, അവരെന്താണോ പ്രഖ്യാപിക്കുന്നത്, അവർ നൽകുന്ന ഫത്വയാണ് ഫത്വ. അല്ലാതെ വെറുതെ തോന്നി കുറച്ച് ഏതെങ്കിലും കിതാബ് പഠിച്ച് തലയിൽ ഒരു കെട്ടും കെട്ടി ഞാനും മുസ്ലിയാർ എന്ന് പറഞ്ഞു നടന്നാലൊന്നും അള്ളാഹുവിന്റെ ഔലിയാക്കളാവില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കണമെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുത്ത് അവിടുന്ന് പറഞ്ഞയക്കുന്ന ആൾക്കാർ മാത്രം. അതിന് ഇതിനൊക്കെ വേണം, വെറുതെ ഇങ്ങനെ വന്നിട്ട് പറയലല്ല. അതുകൊണ്ട് അല്ലുലമായ വർഷത്തിൽ അമ്പിയ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ വർഷത്തിൽ നിന്ന് പറഞ്ഞാൽ വിരാസത്ത് കിട്ടണം. ഞാനും അനന്തരാവകാശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ കിതാബിൽ നിന്ന് കിട്ടിയെന്നോ അല്ലെങ്കിൽ ഇന്ന മദ്രസയിൽ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നോ അങ്ങനെയൊന്നല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഔലിയാക്കളുടെ വഴി കൊടുത്തു വിടുന്നതാണ്. അത് കിട്ടിയാൽ മാത്രമേ ആ വിരാസത്ത് കിട്ടുള്ളൂ. എന്നാലും മാത്രമേ വറസത്തിൽ അമ്പിയാവുള്ളൂ. അന്നേരം അമ്പിയാക്കളുടെ വാരിസിന്റെ ആണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ തിരഞ്ഞെടുക്കുന്നതാണ്. അത് അവർ മാത്രം തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ ആരെങ്കിലും കുറച്ച് മാർക്ക് കിട്ടി അവർക്ക് കോട്ടൊക്കെ കൊടുത്തു എന്ന് വെച്ചിട്ട് അവർ വിലായത്തോ അല്ലെങ്കിൽ അകക്കാഴ്ചയുള്ളവരൊന്നും ആവില്ല. അങ്ങനെയുള്ള ആളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ആലുവയിൽ ജീലാനി ഷെരീഫിൽ ഇന്നുമുണ്ട്. നമ്മളൊന്ന് അന്നത്തെ കാലം മാത്രം ഓർക്കണം, അന്ന് മാത്രമേ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇന്നും ഉണ്ട്, അത് എന്നും ഉണ്ടാവും. ആ ആളുടെ കൈപിടിക്കുക, ആളുടെ ചാരത്തണിയുക, ആളുടെ സഹവാസം ഉണ്ടാകുക. എന്നാൽ നമുക്ക് എന്താണോ യഥാർത്ഥ ലൈലത്തുൽ ഖദ്ർ, എന്താണ് ബദ്രീങ്ങളുടെ രാവ്, എന്താണ് ബറാത്ത് രാവ്, ഏതാണ് മെഹറാജ് രാവ് എന്നൊക്കെ യഥാർത്ഥമായിട്ട് നമുക്ക് അത് അനുഭവിക്കാനും അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സമ്പാദിക്കാനും സാധിക്കും. അങ്ങനെ സമ്പാദിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും പെടുത്തട്ടെ. അല്ലാതെ ഇന്ന് 27-ആണ്, നാളെ 28-ആണ്. അതുകൊണ്ട് നാളെയാണ് നമുക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അർവാഹികൾ വെച്ചിട്ട് പൊട്ടത്തരം പറയാൻ നിൽക്കണ്ട. അത് വലിയൊരു പൊട്ടത്തരാണ്. ഇനി കാലിമാര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, അവർക്കല്ലേ കുറ്റം? ഒരു കുറ്റവും. ഇബ്ലീസ് അവിടെ നരകത്തില് കസേര ഇട്ടിട്ട് ഒരുക്കും കാൽമങ്കാലം വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്നെ അനുസരിക്കണമെന്ന്? ഞാൻ നിങ്ങളുടെ കൈ പിടിക്കാന്ന് പറഞ്ഞോ? എന്നാൽ നിങ്ങളുടെ കൈ ഞാൻ മാഷറിയിലോ അല്ലെങ്കിൽ നിങ്ങളെ മീസാനിൽ കുറവുണ്ടെങ്കിൽ പിടിക്കാന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെയുണ്ട്. നമ്മൾ പലവട്ടം കേട്ടതാണ്. ഇന്നും ഇവിടെ ജീലാനി ഷെരീഫിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ കൈ പിടിക്കുക, വിജയം നേടുക. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് മരിക്കുന്ന സമയത്ത് വളരെ പുഞ്ചിരിതായിട്ട് ഇവിടുന്ന് പോവുകയും അതുപോലെ തന്നെ മൺമറഞ്ഞാലും 400 കൊല്ലം 500 കൊല്ലം കഴിഞ്ഞാലും ആ ഖബറ് തുറന്നു കഴിഞ്ഞാൽ അതേപോലെ ആ പുടവക്ക് പോലും ഒരു മൺപൊടിയോ ഒന്നും പറ്റാതെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുമാറാട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.